അപ്പം എന്താണ് നേരെ ദേവീ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പോൾ ദേവീ മാഹാത്മ്യത്തിൽ വായിക്കുമ്പോൾ 2 വിധികളാണ് ദേവീ മാഹാത്മ്യത്തിലെ പാരായണ വിധിയായിട്ട് ഈ അടുത്ത കാലത്തുള്ളത്. ഓം ശ്രീ മഹാദേവി നമഃ. ശാക്തേയമായിരിക്കുന്ന ആരാധനാ സമ്പ്രദായത്തിൽ ഒരു പുണ്യമായിരിക്കുന്ന കൃതി ആണ് ദേവീ മാഹാത്മ്യം എന്നാണ് അതിൽ നേരെ എടുത്തു പറയുന്നത്. മലയാളത്തിൽ പറയുമ്പോൾ ദേവീ മാഹാത്മ്യം എന്നാണ്. അത് ഉത്തരഭാരതത്തിലേക്ക് വരുമ്പോൾ ദുർഗാ സപ്തശതി എന്നാണ് പറയുന്നത്. അപ്പോൾ ദുർഗാ സപ്തശതി എന്നാണ് ഉത്തരഭാരതത്തിൽ. ദക്ഷിണ ഭാരതത്തിൽ ദേവീ മാഹാത്മ്യം എന്ന് പറയും. അപ്പോൾ സപ്തശതി എന്ന് പറഞ്ഞാൽ 700 ശ്ലോകങ്ങളാണ്. അപ്പോൾ ദുർഗയെക്കുറിച്ചുള്ള 700 ശ്ലോകങ്ങളാണ് ദുർഗയെ പ്രീണപ്പെടുത്തുന്ന അല്ലെങ്കിൽ പ്രകീർത്തിക്കുന്ന 700 ശ്ലോകമാണ് ദുർഗാ സപ്തശതി എന്ന് പറയാം. അത് നമ്മൾ മലയാളത്തിലും അതേപോലെ കർണാടകത്തിലൊക്കെ തന്നെ ദക്ഷിണേന്ത്യയിൽ മുഴുവൻ നേരെ ദേവീ മാഹാത്മ്യമായിട്ട് പറയും. അപ്പോൾ ദേവീ മാഹാത്മ്യം എന്ന് പറയുന്നത് സാക്ഷാൽ ദേവി തന്നെയാണ് എന്നാണ് പറയുക. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ദേവി നമ്മുടെ കയ്യിലുള്ളതുപോലെയാണ് കണക്കാക്കാനായിട്ട് സാധിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ ദേവീ മാഹാത്മ്യം കയ്യിലുള്ളതായിരിക്കുന്ന ഒരാൾക്ക് അയാളെ ഈ ഉപദ്രവിക്കാനായിട്ട് ദുഷ്ടശക്തികൾക്ക് സാധിക്കില്ല. അതാണ് ചോറ്റാനിക്കര മാഹാത്മ്യത്തിൽ ഉള്ളതായിരിക്കുന്ന കഥകൾ. അപ്പോൾ ചോറ്റാനിക്കര മാഹാത്മ്യത്തിൽ ആ കഥകൾ എടുത്ത് പറയുന്നുണ്ട് എന്നാണ് പറയുക. അപ്പോൾ നേരെ ഒരു സാധു ബ്രാഹ്മണനെ യക്ഷി പിടിക്കാൻ വന്ന സമയത്ത് നേരെ അത് ആ ദേവി ഗ്രന്ഥം കയ്യിലുള്ളതുകൊണ്ട് പിടിച്ചില്ല എന്നൊക്കെ യക്ഷി കഥയിലൊക്കെ പറയും. അതേപോലെ തന്നെ മറ്റു കഥകളിലും അപ്രകാരമാണ് പറയാം. ഒരു 2 യക്ഷികൾ തൃശ്ശൂർ പൂരം കാണാൻ പോയിരിക്കുന്ന 2 പേരിൽ ഒരാൾ യക്ഷി കടിച്ചു തിന്നു, മറ്റേ ആളെ തിന്നില്ല. കാരണം ദേവീ മാഹാത്മ്യം വായിച്ചിരുന്നു. രാവിലെ പനയുടെ മുകളിൽ കരിമ്പനയുടെ മുകളിൽ ആൾക്ക് ഇരിക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറയാം. അപ്പോൾ ദേവീ മാഹാത്മ്യം ഉള്ളതായിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു ശക്തിക്കും തൊടാൻ പാടില്ല എന്ന് പറയും. അതതിൻ്റെ ഒരു ഫലം മാത്രമാണ്. അപ്പോൾ ദേവീ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? ദേവിയുടെ ആ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 3 ഭാവങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് ദേവീ മാഹാത്മ്യം എന്ന് പറയും. അപ്പോൾ ആ 3 ഭാവങ്ങളെയാണ് പ്രകീർത്തിക്കുന്നത്. 700 ശ്ലോകങ്ങളെ കൊണ്ടാണ് പ്രകീർത്തിക്കുന്നത്. അതാണ് ദുർഗാ സപ്തശതിയിൽ പ്രത്യേകിച്ച് എടുത്തു പറയണതായിരിക്കുന്ന കാര്യം. അപ്പോൾ ആ ദേവീ മാഹാത്മ്യം നേരെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് നേരെ ഈ മാർക്കണ്ഡേയ പുരാണത്തിലാണ് ദേവീ മാഹാത്മ്യത്തെക്കുറിച്ച് പ്രകീർത്തിക്കുക. മാർക്കണ്ഡേയ പുരാണത്തിൻ്റെ അവസാന ഭാഗങ്ങളാണ് ദേവീ മാഹാത്മ്യമൊക്കെ എടുത്ത് പറയുന്നത്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ കാര്യം? അപ്പോൾ ദുർഗാ ഭഗവതിയാണ് അതിലെ ആരാധനാ വസ്തു. അപ്പോൾ അതിൽ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുന്നവർക്ക് സാധാരണ നേരെ എല്ലാ ദിവസവും പാരായണം ചെയ്യാം. ശുദ്ധമായിട്ട് പാരായണം ചെയ്യണമെന്നുള്ളതാണ്. ആഹാരം കഴിച്ച് പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് അത് സാധാരണഗതിക്ക് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ ദേവീ മാഹാത്മ്യത്തിൽ വായിക്കുമ്പോൾ 2 വിധികളാണ് ദേവീ മാഹാത്മ്യത്തിലെ പാരായണ വിധിയായിട്ട് ഈ അടുത്ത കാലത്തുള്ളത്. ഒന്ന് നേരെ നവാംഗ വിധി എന്ന് പറയും, പിന്നെ ത്രയാംഗ വിധി എന്ന് പറയും. 2 വിധികൾ നേരെ ആ ഗ്രന്ഥത്തിൽ പറയുന്നത്. ത്രയാംഗ വിധി എന്ന് പറഞ്ഞാൽ 3 അംഗങ്ങളോടുകൂടി ദേവീ മാഹാത്മ്യത്തെ സമ്പൂർണമായിട്ട് ഉപാസിക്കുക എന്ന് പറയും. അപ്പോൾ ആ ത്രയാംഗ വിധി എന്താണ്? കവചം, അർഗളം, കീലകം എന്ന് പറയും. അപ്പോൾ ദേവിയുടെ കവചം ആദ്യം വായിക്കുന്നു. അതൊന്നും ദേവീ മാഹാത്മ്യത്തിൻ്റെ ഭാഗമല്ല, അതതിൻ്റെ സപ്പോർട്ടീവ് ഫാക്ടറാണ്. അപ്പോൾ ദേവീ കവചം എന്ന് പറയും. അതൊക്കെ തന്നെ ഈ വൈശാരദ മന്ത്രങ്ങളിലും തന്ത്രങ്ങളിലൊക്കെ ഉള്ളതാണ്. അപ്പോൾ നേരെ കവചം, പിന്നെ അർഗള സ്തോത്രം, പിന്നെ കീലകം എന്ന് പറയും. അപ്പോൾ അത് നേരെ 3 എണ്ണം വായിക്കുന്നതാണ് ത്രയാംഗ വിധി എന്നാണ് പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ത്രയാംഗ വിധിയാണ് വീടുകളിൽ പറ്റിയത് എന്നാണ്. നേരെ മറിച്ച് നവാംഗ വിധിയുണ്ട്. നവാംഗ വിധി സാധാരണ ചണ്ഡികാഹവനങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ്. മൂകാംബികയിൽ ഒക്കെ ചണ്ഡികാഹവനം നടക്കുമ്പോൾ നവാംഗ വിധി പ്രകാരം ചെയ്യുന്നതാണ് പറയാം. 9 അംഗങ്ങളാണ്. അതിൽ കവചാർഗള കീലകമുണ്ട്, പിന്നെ ധ്യാനമുണ്ട്, ദേവീ നാമങ്ങളുണ്ട്,
അതേപോലെ ദേവീ ഹൃദയമുണ്ട്, ദേവീ ദളമുണ്ട്. അപ്പം അങ്ങനെ ഉള്ളതായിരിക്കുന്ന 9 അംഗങ്ങളോട് കൂടിയിട്ടാണ് സാക്ഷാൽ ചണ്ഡികാഹവനത്തിൽ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യേണ്ടത്. ചണ്ഡികാഹവനത്തിൽ ദേവീ മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് പാരായണം ചെയ്യണം എന്ന് പറയും. അപ്പോൾ കവചാർഗള കീലകങ്ങളൊന്നും അറിയില്ലെങ്കിലും ദേവീ മാഹാത്മ്യം നമുക്ക് അതില്ലാതെയും വായിക്കാം, ത്രയാംഗ വിധി ഇല്ലാതെയും വായിക്കാം. അതിന് വിരോധമില്ല. കാരണം അത് ദുർഗാസപ്തശതിയിലുള്ള ഭാഗമല്ല, അതിൻ്റെ ഒരു സപ്പോർട്ടിങ് ആയിരിക്കുന്ന ഘടകമാണ് അതുള്ളത്. അപ്പോൾ ദേവിയുടെ 3 ഭാവങ്ങളാണ് നേരെ ദേവീ മാഹാത്മ്യത്തിലുള്ളത്. ഒന്ന് താമസഭാവം, പിന്നീട് രാജസഭാവം, 3 സാത്വിക ഭാവം എന്നാണ്. 3 ഭാവങ്ങളാണ് ദേവിക്കുള്ളത്. ആ 3 ഭാവങ്ങൾക്കും ഓരോ ദേവിമാരുണ്ട് എന്ന്. അപ്പോൾ ദേവിയുടെ താമസഭാവത്തിലുള്ള താമസീ ദേവി എന്നാണ് പറയുക. ആ താമസീ ദേവിയെയാണ് മഹാകാളി എന്ന് വിളിക്കുന്നത്. മഹാകാളി. അപ്പം മഹാകാളിയായിട്ട് ദേവി എന്തിനാ വന്നത്? മഹാകാളിയായിട്ട് വന്നത് മധുകൈടവന്മാരെ മോഹിപ്പിച്ചിട്ട്, അപ്പോൾ അത് വധിച്ചത് വിഷ്ണുവാണ്. പക്ഷേ വിഷ്ണുവിന് അതിനുള്ള ശക്തി കൊടുത്തിട്ട് വിഷ്ണുവിനെ ഉണർത്തി നേരെ മധുകൈടവന്മാരെ മോഹിപ്പിച്ചത് മഹാകാളിയായിട്ട് വന്നതാണ്. അതാണ് 1ാമത്തെ ദേവിയുടെ ഭാവം. അതാണ് മഹാകാളി അവതാരം എന്ന് പറയുന്നത്. ആ ദേവിയുടെ താമസീ ഭാവം, താമസീ ശക്തി എന്ന് പറയും. പിന്നെ 2ാമത്തെ ആ ഭാവത്തിലാണ് ദേവിയുടേതായിരിക്കുന്ന മറ്റൊരു ഭാവത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? രാജസീ ഭാവം എന്ന് പറയും. അപ്പോൾ രാജസീ ഭാവമാണ് മഹിഷാസുരമർദ്ദിനിയുടെ കഥ. അപ്പോൾ അതാണ് നേരെ മഹിഷാസുരൻ്റെ ഉണ്ടായി മഹിഷാസുരനെ വധിക്കാനായിട്ട് ദേവിയുടെ ആ ശരീരത്തിലേക്ക് എല്ലാവരും ദേവിയെ സൃഷ്ടിച്ചിട്ട് എല്ലാ ദേവന്മാരുടെയും ആയുധങ്ങളും ശക്തികളൊക്കെ കൊടുത്ത് 18 കൈകളുള്ളതായിരിക്കുന്ന ആ സാക്ഷാൽ മഹിഷാസുരമർദ്ദിനി ഉണ്ടായി. മഹിഷാസുരവധം കഴിഞ്ഞു. അതാണ് ദേവിയുടെ രാജസീ ഭാവം എന്ന് പറയും. അത് മധ്യമദേവതയാണ്. അപ്പോൾ ഒന്ന് പ്രഥമ ദേവത, 2ാമത്തേത് മധ്യമദേവത. അതാണ് രാജസീ ഭാവമാണ് നേരെ അത് എടുത്തു പറയാനുള്ള കാര്യം. അപ്പം അത് കഴിഞ്ഞാലാണ് ഉത്തമ ഭാവത്തിലേക്ക് വരുമ്പോഴെന്താണ്? ആ ഉത്തമ ഭാവത്തിലേക്ക് വരുമ്പോഴാണ് ദേവിയുടെ അതിനെ നേരെ മഹാചണ്ഡിക ഭാവം എന്ന് പറയും. മഹാചണ്ഡിക ആയിട്ടാണ് വരിക. അപ്പം അതാണ് നേരെ മഹാകാളി, പിന്നെ ഈ മഹിഷാസുരമർദ്ദിനി, പിന്നെ മഹാസരസ്വതി എന്നും പറയും. അപ്പോൾ മഹാലക്ഷ്മി ആണ് തന്നെയാണ് ഈ മഹിഷാസുരമർദ്ദിനി. മഹിഷാസുരമർദ്ദിനിയാണ് ശരിയായിരിക്കുന്ന പദം. പിന്നെ മഹാസരസ്വതി ഭാവമാണ് 3ാമത്തെ ഭാവം. അതാണ് ഉത്തമ ഭാവം എന്ന് പറയാം. അപ്പോൾ അതിന് മറ്റൊരു ഭാവമാണ് ചണ്ഡികാഭാവം എന്ന് പറയും. കാരണം അതിലാണ് ചണ്ഡിക പ്രത്യക്ഷം വരുന്നത്. അപ്പം അത് ഈ ശുംഭനിശുംഭന്മാർ എന്ന് പറയുന്നതായിരിക്കുന്ന അസുരന്മാർ, സഹോദരന്മാർ ഭൂമിയെ ഇല്ലാതാക്കാൻ വന്ന സമയത്ത് നേരെ ശുംഭനിശുംഭന്മാരുടെ ഓരോ കിങ്കരന്മാരുണ്ട്. അപ്പോൾ ആ കിങ്കരന്മാരെ മുഴുവൻ ഇല്ലാതാക്കണം. അപ്പോൾ ശുംഭനിശുംഭന്മാർ വന്ന കൂട്ടത്തിലുള്ളതായിരിക്കുന്ന കിങ്കരന്മാരാണ് ധൂമ്രലോചനൻ എന്ന് പറയുന്നതായിരിക്കുന്ന ആ ഒരു അസുരൻ. അപ്പോൾ ധൂമ്രലോചനെ ഇല്ലാതാക്കി ദേവി. അതേപോലെ പിന്നീട് മഹിഷാമരെ പിന്നീട് വന്നതായിരിക്കുന്ന ചണ്ടമുണ്ഡന്മാർ എന്ന് പറയും. അപ്പോൾ ചണ്ടൻ എന്ന് മുണ്ടൻ വെച്ചാൽ ചണ്ട സ്വഭാവം മുണ്ട രീതിയാണ്. പൊക്കം കുറഞ്ഞിട്ടുള്ള അവർ മുണ്ടന്മാരാണ്. അപ്പോൾ ചണ്ടമുണ്ടന്മാരെ വധിച്ചു എന്നാണ്. അപ്പോൾ അതാണ് നേരെ മുണ്ടവധത്തിനായിട്ട് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ദേവി നേരെ നിശുംഭവധം കഴിഞ്ഞു, പിന്നെ ശുംഭവധം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് ഇതെല്ലാം അസുരന്മാരെ ഇല്ലാതാക്കി കഴിഞ്ഞപ്പോൾ ദേവന്മാർ സ്തുതിച്ചു. അതാണ് ദേവന്മാരുടെ സ്തുതി. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തു പറ്റി? നേരെ ദേവിയുടെ പ്രത്യക്ഷമാണ് അവസാനം 13ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ ശുദ്ധമായിരിക്കുന്ന ദേവീ മാഹാത്മ്യത്തിൽ മാർക്കണ്ഡേയ പുരാണത്തിൽ പറയുന്നത് അതിലുള്ളതായിരിക്കുന്ന ഇതിൽ നേരെ ദേവീ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ 13 അധ്യായങ്ങളാണ്. 13ാമത്തെ അധ്യായത്തിലാണ് നേരെ മഹാചണ്ഡിക പ്രത്യക്ഷമായിട്ട് വരുന്നത് എന്നാണ്. അപ്പം എന്താണ് നേരെ ദേവീ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് 3 ഭാവങ്ങളാണ് ദേവിയുടെ. അപ്പം ഈ 3 ഭാവങ്ങളെ എന്തുകൊണ്ടാണ് നമ്മൾ ആരാധിക്കേണ്ടത്, എന്തിനു ആരാധിക്കണം എന്ന് ചോദിച്ചാൽ അതിനാണ് നേരെ അതിൻ്റെ പ്രാരംഭത്തിലുള്ള കഥയിലേക്ക് പോവുക. അപ്പോൾ ആരാണ് ഇത് ആദ്യമായിട്ട് വായിച്ചത് എന്നുള്ള ചോദ്യം വന്നു.
അപ്പോൾ അതുകൊണ്ടാണ് പണ്ട് നേരെ ആ വംശപരമ്പരയിൽ സ്വയംഭുവ മനു എന്നുള്ള ആദ്യത്തെ മനു, പിന്നെ സാരോജിഷ മനു എന്നൊരു മനു ഉണ്ടായിരുന്നു. അപ്പോൾ മനുക്കൾ നമുക്ക് 14 മനുക്കളുണ്ട്. ഇത് ഏഴാമത്തെ മനുവാണ്. അപ്പോൾ സ്വയംഭുവ മനു കഴിഞ്ഞ സാരോജിഷ മനു. ആ സാരോജിഷ മനുവിൻ്റെ വംശത്തിൽ ചൈത്രൻ എന്നു പേരായിരിക്കുന്ന ഒരു രാജാവുണ്ട്. അപ്പം ആ ചൈത്ര വംശത്തിൽ ജനിച്ചതായിരിക്കുന്ന രാജാവിൻ്റെ പേരാണ് സുരഥൻ എന്നാണ് രാജാവിൻ്റെ പേര്. അപ്പോൾ സുരഥൻ നേരെ ശത്രുക്കളുമായിട്ടൊക്കെ യുദ്ധം ചെയ്തെങ്കിലും തോറ്റുപോയി. അപ്പോൾ നേരെ ഞാൻ തോറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ ഞാൻ നായാട്ടിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നായാട്ടിനാണ് പോകണമെന്ന് പറഞ്ഞ് വാസ്തവം തോറ്റതാണ്. അപ്പോൾ നേരെ നായാട്ടിനായിട്ട് പോയി. അപ്പം അങ്ങനെ കാട്ടിലൂടെ ഇങ്ങനെ നടന്ന സമയത്ത് എന്താണ്, ഒരു സ്ഥലത്ത് ചെന്നപ്പോഴെന്താണ്, നേരെ വളരെ മനോഹരമായിരിക്കുന്ന, നിശബ്ദമായിരിക്കുന്ന, വളരെ ശാന്തമായിരിക്കുന്ന ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥലം കണ്ടു എന്നാണ് പറയുന്നത്. അതാണ് നേരെ പ്രശാന്ത ശ്വാപതാകീർണം എന്നാണ് പറയുന്നത്. പ്രശാന്തമാണ്, അപ്പോൾ എല്ലാം ഒരേപോലെ ഇരിക്കുന്നതാണ്. അവിടെ ആർക്കും പരസ്പര വിരോധമൊന്നുമില്ല. സിംഹത്തിൻ്റെ പുറത്താണ് മുയലിരിക്കുന്നത്. എലിയും പാമ്പും കൂടി ഒരുമിച്ചാണ് ഇരിക്കുക. എലി പാമ്പിനെയും പിടിക്കണില്ല, പാമ്പ് എലിയും പിടിക്കണില്ല. അപ്പോൾ വെള്ളപ്പൊക്കത്തിലങ്ങനെ വരും. പക്ഷേ സാധാരണഗതിക്ക് എല്ലാവരും കുറുക്കനും അതേപോലെ ആ മുയലും ഒക്കെ തന്നെ അടുത്ത് തന്നെ ഇരിക്കണം. അപ്പോൾ ആരും നമ്മൾ യാതൊരു വിരോധവും ഇല്ല എന്നാണ്. അപ്പോൾ ചോദിച്ചു, ഈ സുരഥൻ നേരെ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ഇതിന് കാരണം എന്നിങ്ങനെ അന്വേഷിച്ചിരുന്ന സമയത്താണ് അവിടെ സുമേധസ് എന്ന മഹർഷിയെ കണ്ടു എന്നാണ്. അപ്പോൾ സുമേധസ് എന്ന് പറഞ്ഞാൽ നല്ല മേധസ് എന്ന് വെച്ചാൽ ബുദ്ധിയാണ്, നല്ല മേധസ്സുള്ള ആ മഹർഷിയാണ് സുമേധസ് എന്ന് പറയും. അപ്പോൾ മേധസ് വെച്ചാൽ കൊഴുപ്പല്ല, മേധസ്സാണ്. അപ്പോൾ ആ സുമേധസ് പറഞ്ഞു, ഇതിങ്ങനെ വരാൻ കാരണം എന്താണ്, മറ്റൊന്നുമല്ല, ഇവിടെ നേരെ അത് വരാനുള്ള കാരണം ഈ സുമേധസിൻ്റെ ശക്തി കാരണമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നേരെ സുമേധസിനോട് ചോദിച്ചു. അപ്പോൾ സുമേധസിനോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇവിടെ ദേവിയുടെ സാന്നിധ്യമുണ്ട് എന്നാണ്. അപ്പോൾ ദേവിയുടെ സാന്നിധ്യമുള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും ഒരേപോലെ സഹകരിച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ മഹാമായിയാണ് ഇതിനെ, ലോകത്തെ ഇങ്ങനെ ശാന്തമാക്കുന്നതും അല്ലാതാക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ സുരഥൻ്റെ കൂടെ ഒരാൾ കിട്ടായിരുന്നു. അയാളുടെ പേരാണ് സമാധി. സമാധി ഒരു കച്ചവടക്കാരനാണ്. ധാരാളം കച്ചവടം ചെയ്ത് പണം സമ്പാദിച്ചു. പക്ഷേ അയാളുടെ ബന്ധുക്കളൊക്കെ തട്ടിയെടുത്ത് അയാൾ പിച്ചക്കാരനാക്കി. അയാൾ പിന്നെ വീട് വിട്ടുപോയി. അപ്പോൾ ഒരു ഗതിയില്ലാതെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് സുരഥനെ കണ്ടുമുട്ടി. അപ്പോൾ എന്നിട്ടും നേരെ സുരഥൻ്റെയും സമാധിയുടെയൊക്കെ ഉള്ളിൽ വേണ്ട വേണ്ട എന്ന് വിചാരിച്ച് പോകുന്ന കാര്യമുണ്ട്. സുരഥന് രാജ്യം വേണ്ട എന്നാണ് പറയുക. എനിക്കിനി രാജ്യം വേണ്ട എന്ന് പറഞ്ഞാലും മനസ്സിൽ വേണം തോന്നും. അത് മനുഷ്യൻ്റെ സ്വഭാവമാണ്. അപ്പോൾ ഞാൻ ഇനി നേരെ ഈ മധുരം കഴിക്കില്ല എന്നൊരു പ്രമേഹ രോഗി വിചാരിച്ചാലും മധുരം കാണുമ്പോൾ കഴിക്കാനായിട്ട് തോന്നും. അപ്പോൾ വേണം എന്ന് വിചാരിച്ചാലും വേണ്ട എന്ന് വിചാരിച്ചാലും വേണമെന്ന തോന്നലുണ്ടാകുന്നത് മനസ്സിൻ്റെ തോന്നലാണ്. അതെന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് അത് ദേവിയുടെ ശക്തിയാണ്, മഹാമായയുടെ ശക്തിയാണ്. അപ്പോൾ ആ മഹാമായ ആരാണ് എന്ന് ചോദിച്ചപ്പോഴാണ് സുമേധസ് ഈ കഥ സുരഥനോടും ഈ സമാധിയോടും പറഞ്ഞതാണ്. അപ്പോഴാണ് അതാണ് ആ കഥയുടെ ആരംഭതാണ്. അപ്പോഴാണ് ആദ്യം അമ്മയ്ക്ക് 3 ഭാവങ്ങളുണ്ട്, മഹാകാളി, മഹാസരസ്വതി, അല്ലെങ്കിൽ മഹാകാളി, അതേപോലെ മഹിഷാസുരമർദ്ദിനി, മഹാസരസ്വതി. അപ്പോൾ ഈ 3 ഭാവങ്ങളുടെ കഥ ഇങ്ങനെ പറഞ്ഞിങ്ങനെ കൊടുത്തു. ഈ കഥ പറഞ്ഞു കൊടുത്തപ്പോൾ നേരെ അവർക്ക് പറഞ്ഞു, ഈ സുരഥനും വൈശ്യനും പറഞ്ഞു, ഞങ്ങൾക്ക് ആ ദേവി ഒന്ന് കാണണം എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ ദേവിയെ കാണാനായിട്ട് ദേവിയെ ഉപാസിക്കണം, ഉപാസനാ വിധി ചോദിച്ചപ്പോഴാണ് ആ ദേവിയുടെ മന്ത്രം പറഞ്ഞു കൊടുത്തു എന്നാണ്. അപ്പോൾ ദേവീ മാഹാത്മ്യത്തിൻ്റെ മന്ത്രമാണ് നേരെ നവാക്ഷരി മന്ത്രം എന്നാണ് പറയുക. 9 അക്ഷരമുള്ള മന്ത്രമാണ്. അപ്പോൾ നവാക്ഷരി മന്ത്രത്തിൻ്റെ ഋഷി എന്ന് പറഞ്ഞാൽ നേരെ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, അതാണ് ഋഷിമാർ. ത്രിമൂർത്തികളാണ് ഋഷി. അതിൻ്റെ ഛന്ദസ്സുണ്ട്. വൃത്തം എന്ന് വെച്ചാൽ ഗായത്രി, അനുഷ്ഠിപ്പ്, ഉഷ്ണിക്ക്, അങ്ങനെ 3 ഛന്ദസ്സാണ്. പിന്നെ അതേപോലെ ദേവതമാരാരാണ്? മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി. ഈ 3 ദേവിമാരാണ്, അവരാണ് ദേവതമാർ. അപ്പം അങ്ങനെയുള്ള ആ ദേവിമാരെ മനസ്സിൽ ആരാധിച്ചിട്ട് നേരെ ഈ നവാക്ഷരി മന്ത്രം ജപിച്ചോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നവാക്ഷരി മന്ത്രം എന്ന് പറഞ്ഞാൽ മന്ത്രം വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ ലോകത്തിൽ നേരെ
നമുക്ക് നേരെ ശ്രീവിദ്യാമന്ത്രം കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടടുത്തുള്ള മന്ത്രമാണ് ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ തൊട്ട് നിൽക്കുന്ന മന്ത്രമാണ് നവാക്ഷരി മന്ത്രം. അപ്പോൾ ദേവീ മന്ത്രങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ശ്രീവിദ്യാമന്ത്രമാണ്. അതിൻ്റെ തൊട്ട് താഴത്താണ് നവാക്ഷരി മന്ത്രം. അപ്പോൾ നവാക്ഷരി മന്ത്രത്തിൽ 3 കാര്യങ്ങളാണ്. ഒന്ന് ഐങ്കാരം എന്ന് പറയും, പിന്നീട് നേരെ ഹ്രീങ്കാരം പറയണം, പിന്നെ ക്ലീം. അപ്പോൾ 3 ബീജാക്ഷരങ്ങളാണ്. അതാണ് നവാക്ഷരി മന്ത്രത്തിൽ ആദ്യം 3 ബീജാക്ഷരങ്ങളാണ്. ഐം, ഹ്രീം, ക്ലീം എന്നാണ്. അപ്പോൾ അത് പറഞ്ഞിട്ട് ചാമുണ്ഡ എന്നാണ് അടുത്ത വാക്ക്. അപ്പോൾ അത് 3 അക്ഷരമാണ്. ചാമുണ്ഡ, അപ്പോൾ 6 ഐ. പിന്നെ യയ് എന്നാണ് അടുത്ത അക്ഷരം. അപ്പോൾ ആളുകൾ ഒന്നിച്ച് ചാമുണ്ടായ എന്നങ്ങോട്ട് പറയും. ചാമുണ്ടായ എന്ന് ഒന്നിച്ച് പറയരുത്, ചാമുണ്ഡ. പിന്നെ യയ് എന്നാണ് അടുത്ത അക്ഷരം, അപ്പോൾ അത് 7 ഐ. പിന്നെ വിച്ചേ, അതാണ് 2 അക്ഷരം. അങ്ങനെ 9 അക്ഷരമാണ്. അപ്പോൾ ഐം, ഹ്രീം, ക്ലീം, ചാമുണ്ഡ, യയ്, വിച്ചേ, അതാണ് നവാക്ഷരി മന്ത്രം. അത് ഉപാസകന്മാരാണ് സാധാരണഗതിയിൽ അറിയുന്നത്. എല്ലാ ഉപാസകന്മാർക്കും അറിയാറില്ല. ദേവീമാഹാത്മ്യം വായിക്കുന്നവരും അത് ചെല്ലാറില്ല. അപ്പം 108 പ്രാവശ്യം അത് ചെല്ലണം. 108 കുറഞ്ഞത് 36 പ്രാവശ്യം, അല്ലെങ്കിൽ 9ൻ്റെ 3 ഗുണിതങ്ങളായിട്ട് 27 18 പ്രാവശ്യങ്ങളിൽ ചെല്ലണം എന്നാണ് വിധി. 108 വേണ്ടത്. അത് ചൊല്ലിയിട്ടാണ് ഈ ദേവിയുടെ 3 കഥകൾ വായിക്കേണ്ടത്. അതാണ് ദേവീ മാഹാത്മ്യം എന്ന് പറയും. അപ്പോൾ 13ാമത്തെ അധ്യായത്തിൽ എന്താണ്, ഇവർ ഈ മന്ത്രം അങ്ങനെ ജപിച്ചു. എന്നിട്ടിങ്ങനെ ഹോമങ്ങളൊക്കെ നടത്തി, പൂജകളൊക്കെ നടത്തി. ദേവി വന്നില്ല എന്നാണ്. അതെങ്ങനെ 2 കൊല്ലം നിരന്തരമായിട്ട് പൂജിച്ചിട്ടും ദേവി വന്നില്ല. 2ാമത്തെ ആ കൊല്ലം എന്ത് ചെയ്തു, നേരെ ദേവി ഇവർക്ക് ഉറക്കത്തിൽ ദർശനം കൊടുത്തു എന്നാണ്. അപ്പോൾ ഉറക്കത്തിൽ ദർശനം കൊടുത്തപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അത് പോരാ, പ്രത്യക്ഷ ദർശനം വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ വിചാരിച്ചു നേരെ ദേവിക്ക് ഞങ്ങൾ അർപ്പിച്ചത് പോരാ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, സ്വന്തം മാംസവും രക്തമൊക്കെ ഹോമിച്ചു എന്നാണ്. അപ്പോൾ ഹോമിച്ച് കഴിഞ്ഞപ്പോഴാണ് ദേവി ആ അഗ്നിയിൽ നിന്ന് ആ ചണ്ഡിക, മഹാചണ്ഡികയായിട്ട് ദേവി പ്രത്യക്ഷം പ്രാഹചണ്ഡിക, അതാണ് അതിൻ്റെ സമർപ്പണ ഭാവം. പ്രത്യക്ഷം പ്രാഹചണ്ഡിക എന്ന് പറഞ്ഞിട്ട് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ആ ദേവീ മാഹാത്മ്യം. അതാണ് ദേവീമാഹാത്മ്യത്തിൻ്റെ 13ാമത്തെ അധ്യായം. 13 അധ്യായങ്ങളാണ്. ഈ അധ്യായത്തിൽ 13 അധ്യായങ്ങൾ വായിക്കുന്നത് നല്ലത് എന്നൊക്കെ തന്നെയാണ്. അപ്പോൾ അത് ഒറ്റയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കണം. മുറിച്ച് പോകരുത്. ഒരു 1.5 മണിക്കൂർ എടുക്കും, അല്ലെങ്കിൽ 2 മണിക്കൂർ എടുത്താലും ഈ മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് വായിക്കാതിരുന്നാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകരുത് എന്നാണ് പറയുക. പിന്നെ അത് രാഗത്തിൽ വായിക്കരുത് എന്നെല്ലാം പറയും. സ്വസ്ഥമായിട്ട് ഇരുന്ന് വായിക്കണം. അപ്പോൾ ആ സമയത്ത് നോക്കി വായിച്ചാൽ മതി. പിന്നെ ഇതൊന്നും വായിക്കാൻ സാധിക്കാത്തവർക്ക് എന്താണ്, ദേവീ മാഹാത്മ്യത്തിൽ ഇത് 700 ശ്ലോകങ്ങളാണ്. അപ്പോൾ വ്യാസഭഗവാൻ എന്ത് ചെയ്തു, അതിന് 700 ശ്ലോകങ്ങളെ 7 ശ്ലോകങ്ങളിൽ ഒതുക്കിയെന്നാണ്. അതാണ് സപ്തശ്ലോകി ദുർഗ എന്ന് പറയും. അപ്പോൾ സപ്തശ്ലോകി ദുർഗ എന്താണ്, അത് 7 ശ്ലോകങ്ങളാണ്. അപ്പോൾ അത് 1ാമത്തെ അധ്യായത്തിലെ ഒരു ശ്ലോകം, 2ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം, പിന്നെ ബാക്കിയെല്ലാം നേരെ അവസാനത്തെ അധ്യായത്തിലാണുള്ളത്. 11ാമത്തെ അധ്യായത്തിലാണ് ബാക്കിയുള്ളത്. അപ്പോൾ അതിൽ 11ാം അധ്യായമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം. കാരണം 10ാമത്തെ അധ്യായത്തിലെ എല്ലാ അസുരന്മാരെയും കൊന്നിട്ട് എല്ലാ ദേവന്മാരും കൂടിയിട്ട് മഹാദേവിയെ സ്തുതിക്കുന്നതാണ് 11ാം അധ്യായം എന്നാണ് പറയുന്നത്. അതിനാണ് നാരായണീ സ്തുതി എന്ന് പറയും. അപ്പോൾ ദേവീ മാഹാത്മ്യം സമ്പൂർണ്ണമായിട്ട് വായിക്കാൻ സാധിക്കാത്തവർക്ക് നാരായണീ സ്തുതി മാത്രം വായിച്ചാൽ മതി. ദേവീ മാഹാത്മ്യം വായിച്ച ഫലം കിട്ടും അത് പറയും. പക്ഷേ അത് സമ്പൂർണ്ണമായിട്ട് വായിക്കുന്നതിൻ്റെ ഫലം ഇതും വ്യത്യാസമുണ്ട്. പക്ഷേ സാധാരണക്കാർക്ക് ഈ ദേവി നാരായണീ സ്തുതി 11ാം അധ്യായം വായിച്ചു കഴിഞ്ഞാൽ ഫലം കിട്ടും എന്നുള്ളതാണ് പറയുക. അപ്പോൾ അത് ദേവീ മാഹാത്മ്യം എന്ന് പറഞ്ഞാൽ ദേവിയുടെ ഭാവമാണെന്നാണ് പറയുക. അപ്പോൾ അത് വായിക്കാം. ഇതും 11ാം അധ്യായം വായിക്കാൻ പറ്റില്ലെങ്കിലോ 7 ശ്ലോകങ്ങളായിട്ട് ചുരുക്കി കൊടുത്തു. അതാണ് ജ്ഞാനിനാമപി ചേതാംസി ദേവി ഭഗവതി ഹിസ ബലാദാകൃഷ്യ മോഹായ മഹാമായ പ്രയച്ഛതി, 1ാമത്തെ ശ്ലോകം. 2ാമത് എന്താ പറയുക, ദുർഗേ സ്മൃതാഹരസി ഭീതിമശേഷജന്തോ സ്വസ്ഥൈ സ്മൃതാമതിമതീവ ശുഭം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയകാരണി കാതധന്യ സർവോപകാരകരണായ സദാർദ്രയിത, 2ാമത്തെ ശ്ലോകം. 3ാമത്തത് എല്ലാവർക്കും അറിയാം, സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധിയേ ശരണ്യേ ത്രംബികേഗൗരി നാരായണി നമസ്തേ. പിന്നെ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തിഹരേ ദേവി നാരായണി നമസ്തേ. സർവസ്വരൂപേ സർവേശൻ സർവശക്തി സമന്വിതേ ഭയേഭ്യസ്രാഹിനോ ദേവി ദുർഗേ ദേവി നമോസ്തേ.
അഞ്ചാമത്. പിന്നെ നേരെ രോഗാനശേഷാൻ അഭഹംസി ദുഷ്ടാദുകാമാൻ സകലാനഭീഷ്ടാൻ ത്വം ആശ്രിതാനാം വെന്നരാണാം ത്വം ആശ്രിതാം ഹ്യാശ്രയതാം പ്രയാന്തി. ഏഴാമത്തത് നേരെ സർവബാധാപ്രശമനം ത്രൈലോക്യസ്യാഖിലേശ്വരി ഏവമേവ ത്വയാകാര്യം അസ്മദ് വൈരിവിനാശനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നേരെ ഈ മലയാള ഗ്രന്ഥങ്ങളിൽ, മലയാളത്തിൽ ശിവാനന്ദാശ്രമക്കാരൊക്കെ പ്രസിദ്ധീകരിക്കുന്ന ഗ്രന്ഥത്തിൽ നേരെ ഈ സർവബാധാപ്രശമനം ആറാമതായിട്ടും രോഗാനശേഷൻ ഏഴാമതായിട്ടും കാണിക്കും. മൂലം, അതായത് സംസ്കൃത ഭാഷയിലുള്ളതായിരിക്കുന്ന ഗോരഖ്പൂർ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഗോരഖ്പൂർ ഗീതാപ്രസ്സിൽ നേരെ ഇടുന്നതനുസരിച്ചിട്ട് ഈ സർവബാധാപ്രശമനം അവസാനമാണ്, ആറാമത്തെയാണ് രോഗാനശേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് ചില ആൾക്കാർ സംശയം ചോദിക്കും, ഞങ്ങളുടെ പുസ്തകത്തിൽ അത് 6-ലാണല്ലോ എന്ന് ചോദിക്കും. അത് നേരെ പാഠഭേദങ്ങളുണ്ട്. അപ്പോൾ മൂലം സംസ്കൃത ഭാഷയിലുള്ള നില രോഗാനശേഷം കഴിഞ്ഞിട്ടാണ് സർവബാധാപ്രശമനം. ഇതിൽ മലയാളത്തിൽ നേരെ സർവബാധാപ്രശമനം കഴിഞ്ഞിട്ടാണ് രോഗാനശേഷൻ വരിക. ആ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. 7 ശ്ലോകങ്ങൾ കാണാതെ പഠിച്ചിട്ട് നേരെ യാത്രയിലും മറ്റും ജപിച്ചാലും ഈ ഫലം കിട്ടും എന്നാണ് ദേവീ മഹാത്മ്യത്തിൻ്റെ പ്രത്യേകത. ദേവീ മഹാത്മ്യത്തിൻ്റെ മറ്റു പ്രത്യേകത വെച്ചാൽ ദേവിയെ പൂർണ്ണമായിട്ട് നമുക്ക് ആരാധിക്കലാണ്. അപ്പോൾ ദേവിയുടെ ഒന്നാമത്തെ ഭാവം എന്ന് പറഞ്ഞാൽ ശിരസ് മുതൽ കഴുത്ത് വരെയാണ്. അതാണ് ഒന്നാമത്തെ അധ്യായത്തിൽ മഹാകാളി എന്ന് പറയും. കഴുത്ത് മുതൽ നേരെ അരക്കെട്ട് വരെയാണ് സാക്ഷാൽ മഹിഷാസുര മർദിനി. അത് കഴിഞ്ഞാൽ നേരെ കീഴ്പോട്ട് നേരെ സാക്ഷാൽ മഹാസരസ്വതി എന്ന് പറയും. അതാണ് 3 ബീജാക്ഷരങ്ങളെ കൊണ്ട് നേരെ സൂചിപ്പിക്കുന്നതാണ്. ഐം എന്ന് പറഞ്ഞാൽ ശിരസ് മുതൽ കഴുത്ത് വരെ. ആ ഭാവത്തിനാണ് വാഗ്ഭവ കൂടം എന്ന് പറയും. ദേവിക്ക് 3 കൂടങ്ങളാണ്. അപ്പോൾ കൂടത്രയ കളേബര എന്നാണ് ദേവിയെക്കുറിച്ച് പറയുക. കൂടത്രയങ്ങളാണ്. ഇത് വാഗ്ഭവ കൂടാണ്, അതാണ് മഹാകാളി. രണ്ടാമത്തെ എന്താണ്? മധ്യകൂടാണ്, അതാണ് ഈ സാക്ഷാൽ മഹിഷാസുരമർദ്ദിനിയുടെ ഭാവം മധ്യകൂടാണ്. അതാണ് ഹ്രീങ്കാര സ്വരൂപിണി എന്നും പറയും. അപ്പോൾ ഇതിവിടെ ഐം, ഇവിടെ ഹ്രീമാണ്. താഴത്ത് എന്താണ്? ശക്തികൂട സ്വരൂപിണി എന്ന് പറയും. അതാണ് ക്ലീം എന്ന് പറയാം. അപ്പോൾ ശക്തികൂട സ്വരൂപിണി. അപ്പോൾ ഐം, ഹ്രീം, ക്ലീം. അപ്പം അങ്ങനെ 3 ഭാവങ്ങളാണ്. അപ്പം അതാണ് നേരെ ദേവിയുടെ സമ്പൂർണ്ണ ഭാവമാണ് ദേവിയാണെന്ന് പറയാൻ കാരണം. അത് കയ്യിലുണ്ടെങ്കിൽ ദേവി കയ്യിലുള്ളത് മാതിരിയാണ്. ഒരു യക്ഷിക്കും ഒരു ദുർദേവതയ്ക്കും നമ്മളെ സഹായിക്കില്ല. ദുസ്വപ്നങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ രാത്രി അത് കിടക്കയിൽ വെച്ച് തൊട്ടടുത്ത് വെച്ച് കിടന്നാൽ മതി. ദുസ്വപ്നം ഉപജായതേ എന്നാണ്. ദുസ്വപ്നങ്ങൾ ഉണ്ടാവില്ല, പേടിച്ച് കരയില്ല എന്നാണ്. വീട്ടിൽ രോഗാണുക്കൾ ഉണ്ടാവില്ല, എല്ലാ ഐശ്വര്യങ്ങളുണ്ടാവും, ദേവി ചൈതന്യം ഉണ്ടാവും. അതാണ് ദേവീ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ദേവീ മാഹാത്മ്യം അങ്ങനെ 3 ഭാവങ്ങളാണ്. ഈ ഐങ്കാരം, ഹ്രീങ്കാരം, ക്ലീകാരമൊക്കെ തന്നെ ദേവിയുടെ ഓരോ അർത്ഥങ്ങളുടേതായിരിക്കുന്ന ബീജാക്ഷരങ്ങളാണ്. അപ്പോൾ അതാണ്. അപ്പോൾ അത് നേരെ അത് ജപിച്ചിട്ട് വേണം എല്ലാവരും, സാധകന്മാർ ജപിക്കണം എന്നാണ് പറയുക. അത് ജപിച്ചു കഴിഞ്ഞാൽ ദേവിയുടെ കരുത്ത് നമുക്കുണ്ടാകും. അതാണ് ദേവീ മഹാത്മ്യം. മാസത്തിലൊരിക്കെങ്കിലും നേരെ വായിക്കുന്നത് ഉത്തമമാണ്. എല്ലാ ദിവസവും വായിക്കാൻ സമയം ഉണ്ടാവില്ല. പക്ഷെ സമ്പൂർണ്ണ പാരായണം മാസത്തിൽ ഒരിക്കൽ, അതും പ്രത്യേകിച്ച് പൗർണമി നാളിലോ അതല്ലെങ്കിൽ ആദ്യത്തെ 30 വെള്ളിയാഴ്ച എന്നൊക്കെ പറയും, ആദ്യത്തെ വെള്ളിയാഴ്ച, ആ സമയത്തൊക്കെ വായിച്ചാൽ അത്യുത്തമമായിരിക്കുന്ന ഫലം നമുക്ക് കിട്ടും. അതാണ് ദേവീ മാഹാത്മ്യത്തിൻ്റെ പ്രത്യേകത. ഓം ശ്രീ മഹാദേവി നമഃ.